നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എത്ര പശുക്കളുണ്ട് നമുക്ക്? എനിക്കിപ്പോ കിടാക്കളും കിടാരികളും പശുവിടെ കൂടി 40 ഉണ്ട്. 40 പശുക്കളുണ്ട്. 30 പശുക്കളുണ്ട്. 5 കിടാരികളെല്ലാം 40 പശുക്കളുണ്ട്. ഇപ്പൊ ആവറേജ് പാലൊക്കെ എത്ര ഇടുന്നുണ്ട്? പാൽ ആവറേജ് ഇപ്പൊ എല്ലാം 30-ന് മേലെ ഉള്ള പശുക്കളെ വളർത്തുന്നുള്ളൂ. 30-ന് വേണ്ടി 40-42 പശുക്കളെ മാത്രമേ വളർത്തുന്നുള്ളൂ. നമ്മൾ പുറത്തെടുത്ത പശുക്കളാണോ ബ്രീഡ് ചെയ്തെടുത്തതാണോ? ബ്രീഡ് ചെയ്തെടുത്തപ്പോൾ ബ്രീഡ് ഏതൊക്കെ സെമൻസ് ആണ് യൂസ് ചെയ്യുന്നത്? എല്ലാം ഇപ്പം കേൾഡിവേർഡിന്റെ സമയം തന്നെ. കേൾഡിവേർഡിന്റെ ഏറ്റവും നല്ല ഹൈബ്രിഡ് സമയം എല്ലാം കുത്തിവെക്കുന്നുണ്ട്. വേറെ ഫാം സ്കൂൾ ട്രെയിനിങ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? ഫാം കാണാൻ എന്തൊക്കെ സർവീസ്? ഫാം ഡിസൈൻ ഫാമിന്റെ കൺസെപ്റ്റാണ്. അപ്പോൾ ഫാമിനെ പറ്റിയുള്ള സംശയങ്ങൾ ചോദിക്കാനും പഠിക്കാനും അതിന്റെ പശുക്കളെ വളർത്തുന്ന കാര്യങ്ങൾ പഠിക്കാനൊക്കെ ആയിട്ട് നിരവധി ആളുകൾ കറക്റ്റ് നമ്മുടെ സ്ഥലവും ഫാമിന്റെ പേരും കാര്യങ്ങളും യൂട്യൂബിൽ പുൽപ്പറമ്പിൽ ഫാംസ് അടിച്ചാൽ മതി. പുൽപ്പറമ്പിൽ ഫാംസ് വയനാട്ടിലെ ഏത് സ്ഥലത്ത്? കറക്റ്റ് മാനന്തവാടിലാണ്. എത്ര വർഷമായിട്ട് ഈ ഒരു മേഖലയിലുണ്ട്? 10 വർഷമായി. 10 വർഷമായിട്ട് ഈ മേഖലയിലുണ്ട്. ഇതുപോലെ ക്ലാസ് നേരിടും തുടങ്ങി എത്ര നാളായിപ്പോ? ആദ്യം പോലെ ഉണ്ട്. ഒരു 2015 പോലെ തന്നെ ആൾക്കാർ കാണാനും 18 യൂണിവേഴ്സിറ്റി ഫാം സ്കൂളാക്കി. അത് പിന്നെ ആളുകൾ എപ്പോഴും കാണാനും പഠിക്കാനും ഒക്കെ ആയിട്ട് പഠിക്കുന്ന പിള്ളേരും സ്റ്റുഡൻസും പുതിയ ആൾക്കാരെല്ലാം നമ്മുടെ പാല് ഫുള്ളും നമ്മുടെ സൊസൈറ്റിയിലാണ് കൊടുക്കും. ലോക്കൽ സെയിലുണ്ടോ? പിന്നെ ബൈ പ്രോഡക്ട്സ് ഉണ്ടോ? ബൈ പ്രോഡക്ട്സിലേക്ക് ഇറങ്ങിയിട്ടില്ല. മൊത്തം എത്ര വില കിട്ടുന്നുണ്ട് നമുക്ക്? 44 രൂപ ആവറേജ് വില കിട്ടുന്നുണ്ട്. 43-44 എങ്ങനെയുണ്ട് ഈ പശു മേഖലയിലേക്ക് പുതുതായിട്ട് ഇറങ്ങാൻ പോകുന്നോണ്ട് ചെയ്യേണ്ട ഒരു ഉപദേശം? പുതുതായിട്ട് ഈ ഒരു പശു 100 വട്ടം ആലോചിച്ചിട്ട് ഇറങ്ങാവുള്ളൂ. കാരണം പശു ഞാൻ ഡയറി ഫാം തുടങ്ങി അന്ന് പോലെ ലാഭത്തിൽ പോകുന്ന ഫാം ഉണ്ട്. അപ്പോൾ അത്രത്തോളം എക്സ്പീരിയൻസ് എങ്ങനെ നമുക്ക് ലാഭത്തിൽ കൊണ്ടുപോകാം? എങ്ങനെ കാര്യങ്ങൾ? പുതുതായിട്ട് മേഖലയിലേക്ക് വരുന്ന ആള് നഷ്ടത്തിൽ ഓടുന്ന ഒരു 10 ഫാം കാണണം. ലാഭത്തിൽ ഓടുന്ന ഒരു ഫാം കാണണ്ട. നഷ്ടത്തിൽ ഓടുന്ന ഫാമുകളിൽ അവരിൽ നിന്ന് പഠിക്കണം. ഇതിന്റെ അവർക്ക് എന്ത് ഫാൾട്ടാണ് പറ്റിയത്, അതെങ്ങനെയാണ് മേക്ക് വേണ്ടത്, അവരിൽ നിന്ന് പഠിച്ചിട്ട് വേണം തുടങ്ങാൻ. ഫാം മാനേജ്മെന്റ് നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് ഒരു പശു മേടിച്ച് ആ ഒന്നി തുടങ്ങി നമ്മൾ കൂട്ടി എടുത്താൽ മാത്രമേ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ നല്ല സെമൻ, അതായത് നല്ല പശുക്കളെ വളർത്തുക. ഒരു 25-ന് മേലേക്ക് ഉള്ള പശുക്കളെ വളർത്തിയിട്ട് ഏറ്റവും നല്ല സമയം കുത്തി വെച്ചിട്ട് കുട്ടികളെ ഒന്നിനെയും കൊടുക്കാതെ, ആ കുട്ടികളിലെ ഇപ്പം 10 കുട്ടികളുണ്ടായ 8 ക്വാളിറ്റി ഉണ്ടാവുള്ളൂ, ബാക്കി 2 ഗുണം ഉണ്ടാവില്ല. ആ 8 നല്ല രീതിയിൽ പാല് കൊടുത്ത് കൃത്യമായി പരിഹരിച്ച് ആ ക്ടാവിനെ വളർത്തിയെടുത്താൽ ഏറ്റവും നല്ലത് അതാണ്. ചേട്ടൻ ക്ടാവിനെ കൊടുക്കാറില്ല? ഇല്ല. എത്ര ലിറ്റർ വരെ ഒരു ആദ്യത്തെ ഒരു മാസം വെയിറ്റ് അനുസരിച്ച്? 8 കിലോ കൊടുക്കുന്നുണ്ട്. 8 ലിറ്റർ പാൽ കൊടുക്കും. 8 ലിറ്റർ ഒരു ദിവസം 4 മാസം വരെ കൊടുക്കും. 4 മാസം വരെ. പിന്നെ ആ കൂടുതൽ കാഫ് സ്റ്റാർട്ടർ കൊടുക്കുന്നുണ്ട്. കാഫ് സ്റ്റാർട്ടർ മെയിൻ പാലുമാണ് കൊടുക്കുന്നത്. വളർത്തുന്ന കുട്ടിയാണെങ്കിൽ അതൊരു 13 മാസം ആകുമ്പോഴേക്കും നല്ല ഗ്രോത്തിലാവും. അപ്പൊ അതിന് നമുക്ക് ധൈര്യമായിട്ട് കുത്തിവെക്കാൻ പറ്റും. അല്ലാണ്ട് 18 മാസമൊക്കെ ആവുന്ന ക്രാക്കൾ എന്ന് പറഞ്ഞാലും മര്യാദയ്ക്ക് തീറ്റ കൊടുക്കാത്തതുകൊണ്ട് ക്രാവ് നന്ന ക്വാളിറ്റി ഉണ്ടാവില്ല. ആ ക്രാവിനാണ് ഈ ലേറ്റായി കുത്തിവെക്കാൻ പറ്റുന്നത്. പരിചയപ്പെട്ട് സന്തോഷം. താങ്ക് യു.